ഒരു ബോർഡ് മറിഞ്ഞ് വലിയൊരു അപകടം ഉണ്ടാവേണ്ട സമയത്ത് യുവാവട്ടെ മറ്റൊരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടിയാകെ തകർന്നു പോകുന്നു. ആ ബോർഡ് അവളുടെ ദേഹത്തേക്ക് വീണ് അവൾക്ക് പരിക്കേൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഒരു മടിയും കൂടാതെ ഫോൺ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് തന്റെ നല്ല ഭാവിക്കായി വിദേശത്തേക്ക് പോവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പെൺകുട്ടി സിംഗപ്പൂരിലേക്ക് കയറാൻ പ്ലെയിൻ കയറുന്നു. ഈ സമയത്ത് വീട്ടിലെത്തിയ യുവാവട്ടെ അവൾ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കത്തും കുറേയധികം ഗിഫ്റ്റുകളും കാണുന്നു. ജോലിക്കാരി ഉടനടി തന്നെ വന്ന് പറയുന്നുണ്ട് പെൺകുട്ടി വിദേശത്തേക്ക് പോയി എന്ന്. ഇത് അയാളെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. ദേഷ്യത്താൽ ആ സമ്മാനപ്പൊതി അയാൾ നിലത്തെറിഞ്ഞു. എന്നിട്ട് പെൺകുട്ടിയുടെ മുറിയിൽ ചെന്ന് അവളെ തിരയുന്നു. പക്ഷേ അവളുടെ ഒരു സാധനങ്ങൾ പോലും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. അന്നേരമാണ് അയാൾക്ക് മനസ്സിലായത്. ആ സമയം യുവാവിന് മനസ്സിലാവുന്നു അവളെ എന്നേക്കുമായി അയാളെ വിട്ടുപിരിഞ്ഞു പോയതാണെന്ന്. ഉടനെ തന്നെ അസിസ്റ്റന്റിനോട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളെ കണ്ടെത്തണമെന്ന് അയാൾ ആജ്ഞാപിക്കുന്നു. പെൺകുട്ടിക്ക് 7 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛനമ്മമാർ ഒരു കാറപകടത്തിൽ മരിക്കുന്നു. ആരോരുമില്ലാത്ത അവളെ അച്ഛനമ്മമാരുടെ സുഹൃത്തായിരുന്ന യുവാവ് ദത്തെടുക്കുന്നു. പെൺകുട്ടിക്ക് അയാളോട് പ്രണയം തോന്നാതിരുന്നില്ല. അവൾ വളർന്നപ്പോൾ ആ ഇഷ്ടം കൂടി വന്നതേയുള്ളൂ. അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് അവൾ തന്റെ ഇഷ്ടം എല്ലാ ധൈര്യവും സംഭരിച്ച് അവനോട് പറയുന്നു. എന്നാൽ അവനാവട്ടെ ദേഷ്യത്തോടെ നിനക്ക് നിന്റെ സ്ഥിരബോധം നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ നമ്മൾ തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അയാൾ അവളെ നിരസിക്കുന്നു. ഒരു ദിവസം യുവാവിന് വേണ്ടിയിട്ട് കുറെ പൂക്കളുള്ള ഒരു ബുക്കയുമായി പെൺകുട്ടി കാണാൻ വരുന്നു. എന്നാൽ ആ സമയത്ത് അവന്റെ നെഞ്ചിൽ മറ്റൊരു പെൺകുട്ടി തലതാഴ്ച കിടക്കുന്നത് കണ്ടിട്ട് അവൾ വല്ലാതെ ഷോക്കാവുന്നു. ആ ഞെട്ടലിൽ അവന് കൊടുക്കാൻ കൊണ്ടുവന്ന ആ ബൊക്ക താഴെ വീഴുകയും അവള് അവിടെ തന്നെ ഇരുന്ന് കരയുകയും ചെയ്യുന്നു. ശരിക്കും ആ സംഭവമാണ് യുവാവിനെ എന്നേക്കുമായി വിട്ടുപോവാൻ അവളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്.